Hi dears, welcome back to family. വെൽക്കം ബാക്ക് ഓറ. അപ്പം ഇന്നൊരു സൺഡേ വ്ളോഗ്. അപ്പോൾ സൺഡേ ആയിട്ട് ഞാനും ബേബിയും കൂടിയിട്ട് ചെറുതായിട്ടൊന്ന് ഫുഡ് കഴിക്കാൻ പോകാൻ ഇറങ്ങുകയാണല്ലേ ബേബി? രാവിലെ ദേവിയും ജിത്തുകൂട്ടിനും കൂടിയിട്ട് കൊല്ലത്ത് അഡ്വഞ്ചർ പാർക്കിൽ പോയി. അപ്പം ഞങ്ങൾ അവിടെ പോകാമെന്ന് വിചാരിച്ചപ്പോഴത്തേന് ദേവിയൊക്കെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ പിന്നെ ഞങ്ങൾ പ്ലാൻ മാറ്റി. ഞങ്ങൾ വെച്ച് നമ്മൾ അഞ്ചാലമ്മൂട്ടിൽ ടാറ്റ പോവുക പറ. മമ്മിയും ബേബിയും ടാറ്റ പോവുകയെന്ന് പറ. അപ്പോൾ കൊല്ലത്ത് അഞ്ചാലമ്മൂട്ടിൽ ഐമാളുണ്ട്. അപ്പോൾ ഐമാളിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു കുട്ടി വ്ളോഗാണല്ലേ ബേബി? കുട്ടി വ്ളോഗല്ലേ? നമ്മൾ ഫുഡ് കഴിക്കാൻ പോവല്ലേ? എവിടെ ഫുഡ് കഴിക്കാൻ പോകുന്നത്? കാശിക്കുള്ള ഫുഡ് കൊടുത്തു. റവേൻ്റെ കുറുക്കാക്കിയിട്ടുണ്ടായിരുന്നു ഇന്ന്. അങ്ങനെ അത് കഴിച്ചിട്ടിരിക്കുകയാണ്. ആൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഫുഡ് കഴിക്കത്തില്ല, എന്നെ കഴിക്കാനും വിടില്ല. എന്നാലും ഒരു ആഗ്രഹം കുറേ നാളായി. അയ്മാൾ പണ്ട് കുറേ നാളവിടെ പൂട്ടിയിട്ടേക്കായിരുന്നു. അതിന് മുന്നേ പോയിട്ടുണ്ട്, അതും കല്യാണത്തിന് മുമ്പ്. ഇപ്പോൾ കുറേ നാൾ കൂടിയിട്ടാണ് ഇപ്പോൾ പോണത്. ഞാനും കാശിദേവിയും ചേട്ടത്തിയും മോളും കൂടിയിട്ടാണ് പോണത് അല്ലേ? അപ്പോൾ ശരി, കാണാം. ഞങ്ങളൊരു ഓട്ടോ പിടിച്ചിട്ടാണ് കേട്ടോ പോകണം. വല്യച്ഛൻ്റെ അടുത്ത് ഓട്ടോ വേണമെന്ന് പറഞ്ഞപ്പോൾ ഓട്ടോ പിടിച്ച് വിട്ടാണ്. അമ്മാമ്മ നോക്കിയൊക്കെയാണ്. അങ്ങനെ ഞാനും ശരണ്യേച്ചിയും ജാനിമൂളൂടാണ് പോയത്. ഭയങ്കര പ്ലാനിങ്ങിലൊക്കെയാണ് പോയത്. പക്ഷേ അവിടുത്തെ റേറ്റ് കണ്ടപ്പോഴത്തേനും ഞങ്ങൾ പിന്നെ വേറെ ഒന്നും വാങ്ങാൻ നിന്നില്ല. ഭയങ്കര റേറ്റായിരുന്നു കേട്ടോ. സംഭവം നല്ല ആംബിയൻസ് കാര്യങ്ങളൊക്കെയാണ്. ഞാൻ പറഞ്ഞല്ലോ, കുറേ നാൾ കൂടിയിട്ടാണ് അവിടെ പോണത്. നല്ല കസ്റ്റമർ സർവീസാണ് അവിടെ. സെർവ് ചെയ്യാനൊക്കെ നിൽക്കുന്നവരൊക്കെ ആയാലും എല്ലാവരും ഭയങ്കര എന്ത് വേണമെന്ന് ചോദിച്ച് നമ്മുടെ കൂടെ നിന്നിട്ട് എല്ലാം എടുത്തുതരും. അതേപോലെ നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ ഒരു ആംബിയൻസിലൊക്കെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാം. പക്ഷേ റേറ്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലാണ്, കുറച്ചധികം കോസ്റ്റ്ലി ആയിട്ട് എനിക്ക് തോന്നി. എൻ്റെ ഒരു ഒപ്പീനിയനാണ് കേട്ടോ പറഞ്ഞത്. എല്ലാവരുടെയും എങ്ങനെയാണെന്ന് അറിയത്തില്ല. പുറത്തൊക്കെ ആൾ കുറവായിരുന്നു, പക്ഷേ ഉള്ളിൽ AC ഉണ്ടായിരുന്നു. അതിനകത്ത് അത്യാവശ്യം ആളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫുഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റൈസ്, ഞങ്ങൾ മീൽസാണ് പറഞ്ഞത്. മീൽസ് അത്യാവശ്യം കുഴപ്പമില്ല, എല്ലാ കറികളും എല്ലാം കൊള്ളായിരുന്നു, നല്ലതായിരുന്നു. പക്ഷേ ഞങ്ങൾ എക്സ്ട്രാ ഒരു കൂന്തൽ റോസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ചോറിൻ്റെ കൂടെ അത്ര സെറ്റായില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പാഴ്സലാക്കി വീട്ടിൽ കൊണ്ടുവരുന്നത് ചെയ്തത്. 270 രൂപയായിരുന്നു ഒരു കൂന്തൽ റോസ്റ്റിന് മാത്രം റേറ്റ് ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ പരിപ്പായിരുന്നു ആദ്യം തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ പരിപ്പ് ഒരുവിധം ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. 120 രൂപയായിരുന്നു ഒരു ഊണിൻ്റെ റേറ്റ് വരുന്നത്. പക്ഷേ ഒരുപാട് കറികളും കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. അതുകൊണ്ട് വേർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വേർത്തൊന്നുമല്ല. ഇതിന് റേറ്റ് കുറവിന് നമ്മുടെ കൊല്ലത്ത് ഒരുപാട് ഫുഡ് സ്പോട്ടുകളൊക്കെ ഉണ്ട് മീൽസ് കിട്ടുന്നത്. പിന്നെ എല്ലാം ടേസ്റ്റൊക്കെ അത്യാവശ്യം നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. പിന്നെ ഞാനീ പറഞ്ഞ കണക്ക് കസ്റ്റമർ സർവീസ് നല്ലതായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല കമ്പനിയായിട്ട് എല്ലാവരും എന്ത് വേണം എന്നൊക്കെ ചോദിച്ച് നിൽക്കുമായിരുന്നു. അത് ഓക്കെ ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് കാശിദേവിക്ക്, ഞാൻ സാധാരണ പുറത്ത് പോയി കഴിഞ്ഞാൽ ഇതിനൊക്കെ ബേബിക്കുള്ള ഫുഡ് കൊടുത്തതിന് ശേഷം കഴിക്കുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല. എനിക്കൊരു സമാധാനവും കിട്ടില്ല കേട്ടോ. എല്ലാ അമ്മമാരും അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ വീട്ടിൽ വന്നിടന്ന് ഉറങ്ങി ഈവനിങ് ആയപ്പോൾ ഇവർ രണ്ടുപേരുടെ വന്നു. ബിച്ചു നമ്മുടെ അക്ഷയനൊരു വീഡിയോ ചെയ്യണമായിരുന്നു, അതിന് വേണ്ടിയിട്ട് വന്നായിരുന്നു കേട്ടോ. ഹായ് ഡിയേഴ്സ്, ഇറ്റ്സ് മീ ദേവു ഗോകുൽ. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെയുള്ളത് നമ്മുടെ അക്ഷയ് ഓവൻസ് ആണ്, മെൻ്റലിസ്റ്റ് ആണ്. നമ്മൾ ഓൾറെഡി ഒരു വട്ടം നമ്മുടെ ചാനലിൽ പരിചയപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞല്ലോ, മെൻ്റലിസ്റ്റ് ആണ്. നമുക്കൊന്ന് മെൻ്റലിസം ചെയ്ത് നോക്കാം. എനിക്കറിയാം എന്താകും എന്നുള്ളത്. നിങ്ങൾക്ക് കൂടെ കാണാം, കണ്ടു നോക്കൂ. ഓക്കെ ദിവു, നമ്മളിപ്പോൾ എന്തെങ്കിലും പെർഫോം ചെയ്യാനായിട്ട് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലേക്ക് തോന്നുന്നുള്ള കാര്യം നമ്മൾ എന്തെങ്കിലും ഒരു മൈൻഡ് എക്സ്പെരിമെൻ്റ് ആണ് ചെയ്യുന്നത്. അപ്പം മനസ്സുകളെ തമ്മിൽ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. കാരണം മറ്റുള്ള നമ്മുടെ ഫ്രണ്ട്സിനിടയിലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾക്കിടയിലാണെങ്കിൽ എപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, അവർ നമ്മളെ കണക്കായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവർ നമ്മളെ കണക്ക് ചിന്തിച്ചിരുന്നെങ്കിൽ. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു സംഭവം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ട്രൈ സംതിങ് മോർ സ്പെഷ്യൽ. എൻ്റെ കൈവശം കുറച്ച് കാർഡ്സ് ഉണ്ട്. ആ കാർഡ്സ് ജസ്റ്റ് ഞാനൊന്ന് പരിചയപ്പെടുത്താം. അതായത് എല്ലാം റോസ് കളറാണ്. റോസ് കളറിൽ വന്നതിനുള്ള എന്നാ പറയുക, അപ്പം പ്ലസ് ഉണ്ട്, അത് കണക്ക് സ്ക്വയർ ഉണ്ട്, ഹേർട്സ് ഉണ്ട്, #, ഉണ്ട്, സർക്കിളുണ്ട്. അതേ കണക്ക് തന്നെ ഇത് റോസ് കളറിലുള്ള 5 സിമ്പിൾസ് ആണ് ഉള്ളത് 5 കാർഡ്സിനകത്താക്കി. മറുഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്ലസ് ഉണ്ട്, ഹേർട്സ് ഉണ്ട്, സർക്കിളുണ്ട്, സ്ക്വയർ ഉണ്ട്, #, ഉണ്ട്. സെയിം ആയിട്ട് തന്നെ, പക്ഷേ ഡിഫറെൻ്റ് ആയിട്ട് ഇരിക്കുകയാണ്. പക്ഷേ യെല്ലോ കളർ കൂടിയാണ്. അപ്പോൾ ഞാൻ ദീപനോട് ചോദിക്കുകയാണ്, ഇപ്പം 2 കളറാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് യെല്ലോയും ഉണ്ട്, ഒന്ന് റോസും ഉണ്ട്. ഇതിന്
വെയിറ്റ് ചെയ്യുക. അതിന് മുമ്പായിട്ട് എൻ്റെ കൈ വെച്ച് ഒരു ബുക്ക്ലെറ്റോടെ പരിചയപ്പെടുത്തി, ജസ്റ്റ് ഒരു ബുക്കും കൂടെ പരിചയപ്പെടുത്തുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ഒരെണ്ണം, ഒരു കളറ് ദേവൻ സെലക്ട് ചെയ്യണം. യെല്ലോ വേണോ റോസ് വേണം? റോസ്. ഓക്കെ, അപ്പം റോസ് കളറിലുള്ള 5 കാർഡ്സ് ഞാൻ ദേവന് തരികയാണ്. ഓക്കെ, 5 കാർഡ്സ് ദേവന് എടുത്ത് തരികയാണ്. ഇനി ദേവ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിനകത്ത് നിന്ന് നന്നായിട്ടൊന്ന് ഷഫിൾ ചെയ്യുക. പെട്ടെന്ന് പക്ഷേ ഭയങ്കര നല്ല സ്പീഡിലായിട്ടാണ് ഷഫിൾ ചെയ്തത്. എന്നെ കാണിക്കണ്ട കേട്ടോ, കുറച്ചുകൂടെ മറച്ച് പിടിച്ച് ക്യാമറയും കാണിക്കണ്ട. ഓക്കെ, അപ്പോൾ നമ്മുടെ കാര്യത്തിലോട് കിടക്കാം. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്നൊരു കാർഡ് എടുത്തിട്ട് തൽക്കാലത്തേക്ക് സെലക്ട് ചെയ്ത് ഞാൻ ഇവിടേക്ക് വെക്കുകയാണ്. ദേവിൻ്റെ മനസ്സിൽ തോന്നുന്നൊരു കാർഡ് ഇതാ ഇവിടേക്ക് സെലക്ട് ചെയ്ത് ഇവിടേക്ക് വെക്കാം. ഇഷ്ടമുള്ളൊരു കാർഡ്. ഓക്കെ, ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്ന മറ്റൊരു കാർഡ് ഞാൻ സെലക്ട് ചെയ്യാം. ഓക്കെ, അത് വേണ്ട. നെക്സ്റ്റ് എൻ്റെ മനസ്സിൽ തോന്നുന്ന അടുത്തൊരു കാർഡ്, രണ്ടാമത്തെ കാർഡ് ഞാൻ സെലക്ട് ചെയ്തിട്ടാണ് ഇഷ്ടമുള്ളൊരു കാർഡ്. ഓക്കെ, എൻ്റെ മനസ്സിൽ തോന്നിയ ഇതൊക്കെ ശരിയാണെന്നില്ല, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുകയാണ്. എത്രത്തോളം നമ്മുടെ മൈൻഡ് തമ്മിൽ സിങ്ക് ആവുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എൻ്റെ മനസ്സിൽ തോന്നിയ മറ്റൊരു കാർഡ് ഇവിടേക്ക് വെച്ചു, അതായത് മൂന്നാമത്തെ കാർഡ് വെച്ചു. ഇതേപോലെ മൂന്നാമത്തെ കാർഡ് വെക്കാം. ഓക്കെ, വെച്ചോ. എൻ്റെ മനസ്സിൽ ഐ തിങ്ക് ഇതിപ്പോൾ എത്രാമത്തെ കാർഡ് വെക്കുന്നത്? മൂന്നാമത്തെ കാർഡ് വെച്ചു, നാലാമത്തെ കാർഡ് വെച്ചു. നാലാമത്തെ കാർഡും വെച്ചു. ദേവ് വെയിറ്റ് ചെയ്യുക. എന്തായാലും ഞാൻ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് കാർഡ് മൊത്തത്തിൽ ഞാൻ വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ ദേവ് ഇപ്പോൾ മൂന്നാമത്തെ കാർഡ് വെച്ചോളൂ, ഞാൻ നാലാമത്തെ കാർഡും വെച്ചു, അഞ്ചാമത്തെ കാർഡും വെച്ചു. ഇനി ദേവിന് നാലാമത്തെ കാർഡ് വെക്കാം. ഓക്കെ, അഞ്ചാമത്തെ കാർഡും വെക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കറക്റ്റാണ്. ഇതിൽ എത്രത്തോളം നമ്മൾ വർക്കൗട്ട് ആയിട്ടുണ്ടോ ഇല്ലയോ നമുക്ക് അറിയത്തില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുകയാണ്. അതായത് ഇതിൽ ഒന്നാമത്തെ കാർഡ് നമുക്കൊന്ന് എടുക്കാം. ഒന്നാമത്തെ കാർഡ് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ ലാസ്റ്റ് വെച്ച് കണക്ക് ഒന്നാമത്തെ കാർഡ് ഞാൻ ക്യാമറയ്ക്ക് ഒന്ന് കാണിക്കുകയാണ്. ഓക്കെ, അത് കണക്ക് തന്നെ ദൈവൻ്റെ മനസ്സിൽ തോന്നിയ അവിടെ സെലക്ട് ചെയ്ത് വെച്ച് ലാസ്റ്റ് കാർഡ്, അതായത് ഏറ്റവും മുകളിലിരിക്കുന്ന കാർഡ് മാത്രം എടുക്കാം, ഒന്ന് കാണിക്കാം. ഓക്കെ, തൽക്കാലത്തേക്ക് ഇത് ഞാനിങ്ങനെ എടുക്കുകയാണ്. ഇതിവിടേക്ക് വെക്കാം. നെക്സ്റ്റ് കാർഡ് എടുക്കാം. ഇത് മാറ്റി വെച്ചു. നെക്സ്റ്റ് കാർഡ് എടുക്കാം. ഓ, ക്യാമറ ഒന്ന് കാണിച്ചു കൊടുക്കാം. ഓക്കെ, ഞാൻ എൻ്റെ കൈവശമുള്ള നെക്സ്റ്റ് കാർഡ് ഒന്ന് എടുക്കുകയാണ്. ഏതാണ് കാർഡ്? ഓക്കെ, ആൻഡ് തേർഡ് കാർഡ് ഒന്ന് എടുക്കുക. തേർഡ് കാർഡ് ഞാൻ കാണിക്കാം, ഓഡിയൻസിനെ കാണിക്കാം. തേർഡ് കാർഡ് കാണിക്കുകയാണ്. ദേവിൻ്റെ ഇതാണ് തേർഡ് കാർഡ്. അത് കാണിച്ചു നോക്കട്ടെ. ഓ, വണ്ടർഫുൾ. എന്തായാലും 3 കാർഡ് സെയിം ആയി കഴിഞ്ഞു. എന്തായാലും തൽക്കാലത്തേക്ക് ഞാൻ അവിടെ വെക്കാം. ഇനി നാലാമത്തെ കാർഡും അഞ്ചാമത്തെ കാർഡും നോക്കാം. അപ്പം നാലാമത്തെ കാർഡ് ഞാൻ എടുക്കുകയാണ്. ഓഡിയൻസിനെ ഒന്ന് കാണിക്കാം. ഓക്കെ, ഇതാണ്, ഞാൻ കണ്ടില്ല, എന്നോട് കാണിക്കാം. ഓ, വണ്ടർഫുൾ. ആൻഡ് ദ ലാസ്റ്റ് കാർഡ്, ഫൈനൽ കാർഡ് ഈസ് ഹിയർ. ഓക്കെ, വണ്ടർഫുൾ. എന്തായാലും നമ്മുടെ ഒരു മൈൻഡൊക്കെ തമ്മിലൊന്ന് കണക്ട് ചെയ്യാൻ കഴിഞ്ഞതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാകട്ടെ. ഇത് എപ്പോഴും സാധിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇത് ലൈഫിലും ഇങ്ങനെ കൊണ്ടുവരാൻ വഴിയാണെന്നുണ്ടെങ്കിൽ 2 മനസ്സുകൾ അല്ലെങ്കിൽ 2 വ്യക്തികളല്ല എന്നുണ്ടെങ്കിൽ പറയാം, എന്താ റിലേഷൻഷിപ്പിന് അതിന് ഇടയിൽ എന്തെങ്കിലും ഇത് കണക്ക് കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ എന്ത് അടിപൊളിയായിരിക്കും. സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതേ എൻ്റെ ഒരു സൺഡേ ഇങ്ങനെ കഴിഞ്ഞു. ഞാൻ രാവിലെ കാശി ബേബീന് കുറച്ച് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാഷ് ചെയ്തിട്ട് രാവിലെ എണീറ്റ് പിന്നെ ഞാൻ എണീറ്റ് വന്നപ്പോൾ 10 മണി കഴിഞ്ഞായിരുന്നു. എണീറ്റ് വന്നു വെച്ചെങ്കിൽ ഞാൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആ ഒരു സമയം കാര്യം കാശിയുടെ കൂടെ കുറേ നേരം ഇന്ന് കളിക്കും. അവൻ എണീക്കുമ്പോൾ കുറച്ച് താമസിക്കും. എണീക്കുന്നവരെ ഇങ്ങനെ അവൻ്റെ കൂടെ കിടക്കും. ഞാൻ ഫോണിൽ എന്തെങ്കിലും കണ്ടുകൊണ്ട് നടക്കും. എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് രാവിലത്തെ അതൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് കാശി എന്നിട്ട് ഞാൻ ഇന്ന് എണീറ്റിട്ട് കാശി എണീറ്റില്ല. ഇന്ന് കുറേ നേരം 10-11 മണി എടുപ്പിച്ചിട്ടായി കാശി ഇന്ന് എണീറ്റപ്പോൾ. ഇന്നലെയാണ് നേരത്തെ ഉറങ്ങുകയും ചെയ്തു. ഇന്ന് അനിയത്തി പുറത്ത് പോയപ്പോൾ അവൾ എൻ്റെ അടുത്ത് പോയത് എനിക്ക് കൂട്ടുകാരുടെ അടുത്ത് പോവുകയാണ്. ലിപ്സ്റ്റിക്ക് ഞാൻ ഫുഡ് കഴിക്കാൻ പോകാൻ നേരം ഇട്ടാൽ ഇതുവരെ പോയില്ല. ഇപ്പം മണി 6 മണിയായി, എന്നിട്ടും പോയില്ല. നല്ല ഗ്യാരണ്ടിയുള്ള ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇതായിരുന്നു ഫേസസ് കാനഡയാണ്. ലിപ്സ്റ്റിക്ക് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ കുറേ നേരം നമുക്ക് ലാസ്റ്റ് ചെയ്യാനായിട്ട് വേറെ വഴികളൊക്കെ ഉണ്ട് കേട്ടോ. അയ്യോ, കൈ അടയ്ക്കുന്നു. അങ്ങനെ അവൾ പോയപ്പോൾ അവളുടെ കൂടെ പോകാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ ഇവിടെ നമ്മുടെ പാർക്കിൽ പോകാൻ പിള്ളേരെയും കൊണ്ടിട്ട് ഞാനും ശരണേച്ചൂടെ പോകാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന. അപ്പോഴത്തേന് ഉച്ചയ്ക്കൊരു തുണിയൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതെല്ലാം കഴുകിയിട്ട് എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും ഒരു 12 മണി കഴിഞ്ഞ്. അപ്പോൾ അവർ ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ദേവി അവളുടെ ഫോണ് അങ്ങോട്ട് പോയപ്പം ആശ്രമത്തോട്ട് പോയ വഴിക്ക് ബസ്സിൻ്റെ അകത്ത് വെച്ച് മറന്ന്. പിന്നെ ബസ്സുകാരന്മാർ അവൾക്ക് ആ ഫോൺ കൊണ്ട് കൊടുത്ത്. നല്ല ബസ്സുകാരന്മാർ, ഏത് ബസ്സാണോ എന്തോ. ചിലർ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കില്ലല്ലേ ഇപ്പോൾ. പിന്നെ എല്ലാത്തിനകത്ത് ലോക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടിട്ട് ഒരുവിധം ആൾക്കാരെല്ലാം കൊടുക്കും.
അപ്പോൾ എന്തായാലും ഫോൺ തിരിച്ചിട്ട് അതുകൊണ്ട് ഞങ്ങൾ പോകാൻ മടിച്ചത്. പിന്നെ വിചാരിച്ചത് അയ്മാളിൽ പോകാമെന്ന്. അയ്മാളിൽ പോയി ഫുഡ് കഴിച്ചു. ഫുഡ് അത്ര ഭയങ്കര നല്ല ഫുഡൊന്നും എനിക്ക് തോന്നിയില്ല. ഞങ്ങൾ 2 മീൽസ് പറഞ്ഞു, പിന്നെ ഒരു കണവ റോസ്റ്റ് പറഞ്ഞു. കണവ റോസ്റ്റ് കൊള്ളില്ലായിരുന്നു. മീൽസ് ഓക്കെ, കുഴപ്പമില്ല, അത്രേ ഉള്ളായിരുന്നു. കണവ റോസ്റ്റ് കൊള്ളത്തേ ഇല്ലായിരുന്നു. അതുകൊണ്ട് ചോറിൻ്റെ കൂടെ തീരെ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പാഴ്സലാക്കി. പിന്നെ 2 മിൻറ്റ്, 1 മിൻറ്റും 1 നാരങ്ങ വെള്ളവും പറഞ്ഞു. അപ്പോഴത്തേന് റേറ്റ് ആയത് 545 രൂപ. ഭയങ്കര റേറ്റ് അവിടെ. ഫുഡ് ടേസ്റ്റും ഇല്ല. ഇത്ര ടേസ്റ്റൊക്കെ ഉള്ള ഫുഡാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെയാണ്. പിന്നെ ഉച്ചയ്ക്കല്ല, രാവിലെ തന്നെ അക്ഷയനെ വിളിച്ച് പറഞ്ഞിട്ടാണ് നമുക്കൊരു വീഡിയോ ചെയ്യണമെന്ന്. ആണൻ തന്നെ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച കുറച്ച് കാർഡ്സ് ഉണ്ട്. അപ്പോൾ ആ കാർഡ്സിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അണ്ണൻ വന്ന്, ഞാൻ ഇതിൻ്റെ അകത്ത് ജിത്തുവിൻ്റെ അടുത്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, മോനെ നീ ഒരു വീഡിയോ എടുത്ത് തരണേന്ന്. അവൻ ചരിച്ചു വെച്ചെടുത്തില്ല. അവന് അണ്ണൻ മെൻ്റലിസ്റ്റാണ്. അപ്പോൾ അണ്ണൻ ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട് അവൻ വീഡിയോ എടുത്തില്ല. വീഡിയോ കട്ടാക്കിയിട്ട് അവൻ അവിടെ നിന്ന് കണ്ട്. അതുകൊണ്ടിട്ട് അതിൻ്റെ വീഡിയോ കിട്ടിയില്ല. പിന്നെ ഞാൻ റീൽസിന് വേണ്ടിയിട്ട് വിച്ചുമായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുക. നോക്കട്ടെ, ഞാൻ ആഡ് ചെയ്തിട്ടായിരിക്കും ഈ ലാസ്റ്റത്തത് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ ഒരു സൺഡേ ഇങ്ങനെയൊക്കെ പോയി. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് ഞാൻ കിടന്ന് ഉറങ്ങിയിട്ട് പിന്നെയാണ് അക്ഷയണം വന്നത്. ഇപ്പോൾ 6 മണി. സാധാരണ ഞാൻ വൈകുന്നേരം നടക്കാൻ പോകണം. ഇന്ന് കുറച്ച് ടെൻഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നല്ല ടയേർഡാണ്. ഇനി ഒന്ന് മേല് കഴുകണം. വേറെ പരിപാടിയൊന്നുമില്ല. പിന്നെ കാശിക്കുള്ള ഫുഡ് ശരണേച്ചി വൈകുന്നേരത്തത് കൊടുത്തോണ്ട് ഞാനിനി കൊടുക്കണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു സൺഡേ ഇങ്ങനെ പോയി. ഗോഗു ഉണ്ടായിരുന്ന എവിടെയെങ്കിലുമൊക്കെ പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം എങ്ങോട്ട് പോകാനും വയ്യ, മടിയുമാണ്, പോകാനും വയ്യതാനും. അപ്പോൾ ശരി, താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ, ടേക്ക് കെയർ.